blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഇന്നത്തെ മറ്റ് പ്രോഗ്രാമുകളിലേക്ക് പോകുന്നതിന് മുൻപ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാമ്പത്തിക സഹകാരികൾക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് സെക്കൻഡറാബാദിലുള്ള സാമുവൽ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് തൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും സമ്പൂർണമായ സൗഖ്യം കർത്താവെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഖത്തറിൽ നിന്നുള്ള നീതു മണികണ്ഠന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കുടുംബത്തിലെ 3 പേരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് ജീവിക്കുവാൻ പറ്റിയ രീതിയിലുള്ളൊരു ജോലി കർത്താവെ അങ്ങ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഷാർജയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. മകൾ റിൻറ്റുവിനും ഭർത്താവ് ജസ്റ്റിനും ഒരു കുഞ്ഞിനെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഒരത്ഭുതം കർത്താവ് നീ പ്രവർത്തിക്കുന്നതിനാൽ നന്ദി. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവ് ഈ 3 പേരെയും അങ്ങ് കൈനീട്ടി അനുഗ്രഹിച്ചതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. First Corinthians chapter number 1. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. And verse number 7. 7-ാമത്തെ വചനം. So Paul is writing to the believers in the church in Corinth. കൊരിന്ത്യയിൽ ഉള്ള സഭാവിശ്വാസികൾക്ക് പൗലോസ് ഇവിടെ എഴുതുകയാണ്. Paul is writing, therefore you do not lack any spiritual gift as you eagerly wait for our Lord Jesus Christ to be revealed. ആകയാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ആത്മീക വരങ്ങളിൽ ഒന്നിലും കുറവില്ല. So when Paul was writing this letter to the church in Corinth, the believers in the church of Corinth was coming from a Gentile background, a non-Christian background, a non-Jewish background. പൗലോസ് കൊരിന്ത്യയിലുള്ള സഭയ്ക്ക് ഇത് എഴുതുമ്പോൾ അവിടെയുള്ള സഭാവിശ്വാസികൾ എല്ലാവരും യഹൂദ പശ്ചാത്തലത്തിൽ നിന്നല്ല മറ്റ് ജാതീയ വിഭാഗങ്ങളിലേക്ക് കർത്താവിലേക്ക് വന്നവരാണ്. Once they were away from the living God, now they are inside the household of the living God. ഒരിക്കൽ അവർ ജീവനുള്ള ദൈവത്തിൽ നിന്ന് വളരെ അകന്നവരായിരുന്നു. എന്നാൽ ഇന്ന് ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന കുടുംബത്തിൽ അവർ വന്നിരിക്കുകയാണ്. So these people who were once the Gentiles, now listen to this, they are now blessed with, the Bible says, you do not lack any spiritual gift. That means they were full of spiritual gifts. ഒരിക്കൽ വിജാതീയരായിരുന്നവർ, ജാതികളായിരുന്നവർ ഇപ്പോൾ ദൈവസഭയിൽ വന്ന് പൗലോസോടെ പറയുകയാണ്, നിങ്ങൾക്ക് ആത്മീക വരങ്ങളിൽ ഒന്നിനും കുറവില്ലല്ലോ. In other words, some of them were prophesying. അതിന്റെ മറ്റു വാക്കിൽ പറഞ്ഞ ചിലർ പ്രവാചകന്മാരായി. And many of them spoke in tongues. പല ആളുകളും അന്യഭാഷകൾ And സംസാരിക്കുന്നു. some of them had the gift of interpretation. ചില ആളുകൾക്ക് അന്യഭാഷകളുടെ വ്യാഖ്യാനം. When the believers prayed, demons departed. ഈ വിശ്വാസികൾ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ പുറത്താകുന്നു. When they prayed, some people received miraculous healing. ചിലർ പ്രാർത്ഥിച്ചപ്പോൾ രോഗികൾ സൗഖ്യമായി. So everything was happening. എല്ലാം സംഭവിക്കുകയാണ്. They were very much gifted spiritually. വളരെ ആത്മീക കൃപാവരങ്ങൾ നിറഞ്ഞവരായിരുന്നു. പക്ഷേ in the 3rd chapter 3-ാമത്തെ അധ്യായത്തിൽ and the 3rd verse, 3-ാം വചനം, 1 Corinthians 3:3, 1 കൊരിന്ത്യർ 3:3, you are still worldly. About the same people group, Paul is saying you are still worldly, for since there is jealousy and quarreling among you, are you not worldly? Are you not acting like mere humans? 3-ാമത്തെ വചനം, നിങ്ങൾ ഇപ്പോഴും ലൗകികരാണ്, നിങ്ങളുടെ ഇടയിൽ അസൂയയും പിണക്കവും ഉണ്ടായിരിക്കെ നിങ്ങൾ ലൗകികരല്ലേ, സാധാരണക്കാരെ പോലെ തന്നെയല്ലേ നിങ്ങൾ ഇപ്പോഴും പെരുമാറുന്നത്. Hallelujah. Hallelujah. So in the first verse they were filled with all kinds of gifts of the Holy Spirit. ആദ്യത്തെ വചനം പറയുന്നു ഇവരെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാൽ നിറഞ്ഞവരായിരുന്നു. Not only that, they were eagerly waiting for the second coming of Jesus. മാത്രമല്ല യേശുവിന്റെ രണ്ടാം വരവിന് വേണ്ടി അവർ ആവേശത്തോടെ കാത്തിരിക്കുന്നവരായിരുന്നു. They had a great hope about the second coming of Jesus. അതിന്റെ അർത്ഥം യേശുവിന്റെ രണ്ടാം വരവിനായി അവർക്ക് വലിയൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. So seemingly they were very spiritual. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ വളരെ ആത്മീകരാണ്. But still, when Paul looked through the lens of the word of God,
he could see one thing: they were still carnal people. There were jealousy and quarreling among them. എന്നാൽ പൗലോസ് ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവർ ഇപ്പോഴും ജഡീകരാണ്, ഇപ്പോഴും ഇവർ ലൗകികരാണ്, ഇവരുടെ ഇടയിൽ വളരെ പിണക്കവും ഈർഷ്യമുള്ളതായിട്ട് പറയുന്നു. We usually think that a person is holy based on the apparent blessings. നമ്മൾ സാധാരണഗതിയിൽ ഒരാളുടെ പുറമേയുള്ള അനുഗ്രഹങ്ങളെ നോക്കിയിട്ട് അയാൾ വിശുദ്ധനാണെന്ന് നമ്മൾ വിലയിരുത്തുന്നു. That is wrong. അത് തെറ്റാണ്. Holiness is something else and blessings are something else. വിശുദ്ധി ഒരു കാര്യവും ദൈവിക അനുഗ്രഹങ്ങൾ മറ്റൊരു കാര്യവുമാണ്. ഹലോ, മനസ്സിലായോ? എത്ര പേർക്ക് മനസ്സിലായി പറഞ്ഞത്? കൈയൊന്നിങ്ങനെ കാണിച്ചു തരാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. These two things are different. Holiness is something different and blessings are something different. ഈ രണ്ട് കാര്യങ്ങളും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. വിശുദ്ധി ഒരു കാര്യവും ദൈവിക അനുഗ്രഹങ്ങൾ മറ്റൊരു കാര്യവുമാണ്. Success in your life is not holiness. നിങ്ങളുടെ ജീവിതത്തിലെ വിജയം വിശുദ്ധിയല്ല. Achievements and accomplishments in your life is not at all holiness. നിങ്ങളുടെ ജീവിതത്തിലുള്ള നേട്ടങ്ങളും നിങ്ങൾ നേടിയെടുത്ത കാര്യങ്ങളും നിങ്ങളുടെ വിശുദ്ധിയല്ല. All the victories in your life so far does not guarantee you of holiness. നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ നേടിയ എല്ലാ വിജയങ്ങളും നിങ്ങൾക്ക് വിശുദ്ധിയെ ഉറപ്പ് നൽകുന്നില്ല. Say hallelujah. ഒരു ഹല്ലേലൂയ പറയാമോ? Clap your hands and worship the Lord. കരങ്ങളെ ചേർത്തടിച്ച് യേശുവിനെ ആരാധിച്ചാലും. Hallelujah. ഹല്ലേലൂയ. So never judge a person looking at the apparent blessings and say that this person is holy or this person is unholy. ഒരാളുടെ പുറമേയുള്ള അനുഗ്രഹങ്ങളെ നോക്കിയിട്ട് പറയരുത് ഇവൻ വിശുദ്ധനാണ് മറ്റവൻ അശുദ്ധനാണെന്ന് പറയരുത്. But when God looks through his eyes, the fiery eyes, he can see all the blemishes and all the spots and all the impurities in us. എന്നാൽ ദൈവം അഗ്നിജ്വാലകൾ കൊത്ത തന്റെ കണ്ണുകളിലൂടെ താൻ നോക്കുമ്പോൾ നമ്മുടെ അകത്തുള്ള ഓരോ മലിനതകളെയും അശുദ്ധിയെയും അവന് കാണുവാൻ കഴിയും. Hallelujah. ഹല്ലേലൂയ. Now Revelation chapter 22. ഇപ്പോൾ നമുക്ക് വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം Verses 10 and 11. അതിന്റെ 10-11 വചനങ്ങൾ. Then he told me, do not seal up the words of the prophecy of this scroll because the time is near. പിന്നീട് അവനോട് സമയം അടുത്തിരിക്കുന്നത് കൊണ്ട് ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. Which book? ഏത് പുസ്തകം? The book of Revelation. വെളിപ്പാട് പുസ്തകം. That is the 66th book in the Bible, the last book in the Bible. ബൈബിളിലെ 66-ാമത്തേത്, അതായത് അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട്. He says the time is near. അവിടെ പറയുകയാണ് സമയം അടുത്തിരിക്കുന്നു. Verse number 11, let the one who does wrong continue to do wrong. അധർമ്മം ചെയ്യുന്നവൻ ഇനിയും അധർമ്മം ചെയ്യട്ടെ. Let the vile person continue to be vile. അശുദ്ധനായവൻ ഇനിയും അശുദ്ധിയിൽ കഴിയട്ടെ. But let the one who does right continue to do right. എന്നാൽ നീതി പ്രവർത്തിക്കുന്നവൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ. And let the holy person continue to be holy. വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. Hallelujah. Hallelujah. That means never be satisfied with the level of holiness that you have today. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾക്ക് ഇപ്പോഴുള്ള വിശുദ്ധിയുടെ നിലവാരത്തിൽ നിങ്ങൾ തൃപ്തി അടയരുത്. You have to climb again. നിങ്ങൾ വീണ്ടും കയറണം. Never be satisfied. ഒരിക്കലും തൃപ്തരാകരുത്. If you think that you are leading a holy life, never be satisfied. Have a promotion in holiness. നിങ്ങൾ ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ആ നിലവാരത്തിൽ തൃപ്തി അടയരുത്. നിങ്ങൾ ആ വിശുദ്ധിയുടെ നിലവാരത്തിൽ അടുത്ത സ്ഥാനങ്ങളിലേക്ക് കയറി വരിക. How many of you want to climb heights in holiness? നിങ്ങൾ എത്ര പേർക്ക് വിശുദ്ധിയുടെ ഉന്നത നിലവാരങ്ങളിലേക്ക് കയറുവാൻ ആഗ്രഹമുണ്ട്? You can lift both of your hands രണ്ട് കരങ്ങളെയും ഉയർത്തി and pray a sincere prayer. Lord, I want to climb heights in holiness. ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചാലും, കർത്താവേ, വിശുദ്ധിയുടെ പടവുകൾ കയറി എനിക്ക് അതിന്റെ ഉയരങ്ങളിലേക്ക് കയറണം. Hallelujah. Hallelujah. Lord, develop a passion inside of me. കർത്താവേ, അതിനു വേണ്ടിയുള്ള വലിയൊരു ആവേശം എൻ്റെ അകത്ത് തരണമേ. Put your hands down. കരങ്ങൾ താഴെയിടാം. Now this holiness comes to a child of God's life in 3 stages or 3 phases. ഈ തരത്തിലുള്ള വിശുദ്ധി ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിലേക്ക് 3 ഘട്ടങ്ങളിലായിട്ട് കടന്നു വരുന്നു. Hallelujah. Hallelujah. Number 1 is positional holiness. ഒന്ന് സ്ഥാനപരമായ വിശുദ്ധി. Everybody say it and everybody write it. എല്ലാവരും നിങ്ങൾ പറയുക എന്നിട്ട് എഴുതുക. സ്ഥാനപരമായ വിശുദ്ധി. Everybody say positional holiness. എല്ലാവരും പറയാമോ? സ്ഥാനത്തിലുള്ള വിശുദ്ധി.
1 Corinthians chapter 6 verse number 11. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 11-ാമത്തെ വചനം. And that's what some of you were, but you were washed, you were sanctified, and you were justified in the name of the Lord Jesus Christ and by the Spirit of our God. നിങ്ങളിൽ ചിലർ അങ്ങനെയുള്ളവർ ആയിരുന്നു, എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങൾ കഴുകപ്പെട്ടവരും വിശുദ്ധീകരിക്കപ്പെട്ടവരും നീതീകരിക്കപ്പെട്ടവരുമായി തീർന്നു. This verse is speaking about our past and present. ഈ വചനം നമ്മുടെ കഴിഞ്ഞ കാലത്തെയും ഇപ്പോഴുള്ള കാലത്തെയും സൂചിപ്പിക്കുന്നു. Once we were sinners, ഒരിക്കൽ നമ്മൾ പാപികളായിരുന്നു, doing all kinds of evil activities, എല്ലാ അശുദ്ധികളും പ്രവർത്തിച്ചവർ. knowingly or not knowingly we were sinners. നമ്മൾ അറിഞ്ഞും അറിയാതെ നമ്മൾ പാപികളായിരുന്നു. But എന്നാൽ when you came to Christ, ക്രിസ്തുവിലേക്ക് നമ്മൾ വന്നപ്പോൾ you were washed, sanctified and justified. നിങ്ങൾ കഴുകപ്പെട്ടു, വിശുദ്ധീകരിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. 3 things. 3 കാര്യങ്ങൾ. Take 3 fingers. 3 വിരലുകൾ എടുക്കാമെങ്കിൽ Everybody 3 fingers. 3 വിരലുകൾ. And say washed, sanctified, justified. പറഞ്ഞാലു കഴുകപ്പെട്ടു, വിശുദ്ധീകരിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. One more time like this. Touch these fingers and say washed, sanctified, justified. നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക. കഴുകപ്പെട്ടു, വിശുദ്ധീകരിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. One more time. കഴുകപ്പെട്ടു, വിശുദ്ധീകരിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. One more time. കഴുകപ്പെട്ടു, വിശുദ്ധീകരിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. 2 gentlemen please come. 2 മാന്യ വ്യക്തികൾ കടന്നു വരാമോ? Hallelujah. I will show you something. ഞങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. I'm going to show you what happened inside of you when you received Jesus Christ. നിങ്ങൾ കർത്താവായ യേശുവിനെ സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ അകത്ത് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ കാണിച്ചു തരാം. The first one. ആദ്യത്തെ വ്യക്തി. Suppose this man is Christ. ഇദ്ദേഹം ക്രിസ്തുവാണെന്ന് കരുതുക. And this is a sinner. ഇതൊരു പാപിയാണെന്ന് കരുതുക. ആരും വിളിക്കരുത്. Is a sinner. പാപിയാണ്. Once you were living in sins. ഒരിക്കൽ നിങ്ങൾ പാപത്തിൽ ജീവിച്ചവരാണ്. But when you came to Christ, എന്നാൽ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ, when you positioned yourselves with Christ, നിങ്ങളെ തന്നെ ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ വെച്ചപ്പോൾ 3 things happened. 3 കാര്യങ്ങൾ സംഭവിച്ചു. You were washed, you were sanctified, you were justified. നിങ്ങൾ കഴുകപ്പെട്ടു, വിശുദ്ധീകരിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. This person was a sinner. ഈ വ്യക്തി ഒരു പാപിയായിരുന്നു. And this is Christ, the Holy One of the living God. കർത്താവായ ദൈവത്തിന്റെ വിശുദ്ധനായ ക്രിസ്തു. Do you know what happened? എന്ത് സംഭവിച്ചു? When a sinner came to the Savior, ഒരു പാപി രക്ഷകന്റെ അടുക്കലേക്ക് വന്നപ്പോൾ all the holiness in him was imparted on the sinner. ഈ ക്രിസ്തുവിന്റെ മേലുള്ള സകല വിശുദ്ധിയും ഈ പാപിയുടെ മേലേക്ക് പകരപ്പെട്ടു. He was washed, he was sanctified and he was justified. ഇവൻ കഴുകപ്പെട്ടു, വിശുദ്ധീകരിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. He was washed in the blood of Jesus. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടു. He was washed in the word of God. ദൈവത്തിന്റെ വചനത്താൽ കഴുകപ്പെട്ടു. And he was sanctified by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടു. And he was justified by faith. വിശ്വാസത്താൽ അവൻ നീതീകരിക്കപ്പെട്ടു. This is called positional holiness, because it is because of your positioning with Christ that you became holy. ഇതാണ് സ്ഥാനപരമായ വിശുദ്ധി എന്നുള്ളത്. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള സ്ഥാനം മുഖാന്തരം നിങ്ങൾ ഇന്ന് വിശുദ്ധരായിരിക്കുന്നു. Anyone listening to this message, if you have never positioned yourself with Christ, this is the moment you can position yourself with Christ. ആരെങ്കിലും ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളെ തന്നെ യേശുവിനോടൊപ്പം ക്രിസ്തുവിനോടൊപ്പം വെച്ചിട്ടില്ലെങ്കിൽ ഈ സമയം നിങ്ങളെ തന്നെ യേശുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ കൊണ്ടുവന്നാലും, if you are still an alcoholic, if you are still a smoker, if you are still living in sins, you can position yourself with Christ today. നിങ്ങൾ ഇന്നും മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പുകവലിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇന്ന് രക്ഷകനായ ക്രിസ്തുവിനോടൊപ്പം ചേർത്ത് വെക്കുവാൻ കഴിയും. And as a free gift you will receive the holiness of Jesus imparted on you. ഒരു സൗജന്യ സമ്മാനമായി ഈ ക്രിസ്തുവിന്റെ വിശുദ്ധി നിങ്ങൾക്ക് പകരപ്പെടാൻ പോവുകയാണ്. And this is completely free. ഇത് പൂർണ്ണമായ സൗജന്യമാണ്. And this is done by God. ഇത് ദൈവത്താൽ ചെയ്യപ്പെട്ടതാണ്. Hallelujah. Hallelujah. You just attached your life with Christ, that's all. നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിനോട് ചേർത്ത് വെച്ചു. You connected your life with Christ. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവുമായി നിങ്ങൾ ബന്ധിപ്പിച്ചു. And all the past sins you committed were cancelled. നിങ്ങൾ ഇതിനു മുൻപ് ചെയ്ത സകലവിധമായ പാപങ്ങളും അത് എഴുതി തള്ളപ്പെട്ടു. മനസ്സിലായെങ്കിൽ ശരിക്ക് കൈയടിക്കും മക്കളെ. ഒന്നുകൂടെ
ശക്തിയോടെ. Hallelujah. Now this is the commencement of your holy life. ഇത് നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിന്റെ ആരംഭമാണ്. മനസ്സിലായോ? Hallelujah. This is the commencement of your holiness. നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിന്റെ ആരംഭഘട്ടമാണിത്. Freely you are justified. സൗജന്യമായി നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. Now what is next? എന്താണ് അടുത്ത ഘട്ടം? The second one. Before that, let me tell you one more thing. Charles Spurgeon, a great preacher, he was known as the preacher of preachers. He said, holiness is not the way to Christ. Christ is the way to holiness. ചാൾസ് സ്പർജൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ പ്രാസംഗികരുടെ പ്രാസംഗികൻ അറിയപ്പെടുന്ന ആ വ്യക്തി പറഞ്ഞത്, വിശുദ്ധി എന്നത് ക്രിസ്തുവിലേക്കുള്ള വഴിയല്ല, ക്രിസ്തുവാണ് വിശുദ്ധിയിലേക്കുള്ള വഴി. Correct. Meaning, so many people are thinking, I cannot go to Christ because I am not holy. കാരണം പല ആളുകളും ചിന്തിക്കുന്നു, ഞാൻ വിശുദ്ധനല്ലാത്തത് കൊണ്ട് എനിക്ക് ക്രിസ്തുവിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. So they are trying to make them holy so that they can go to Christ. അവര് സ്വയമായിട്ട് അവരെ വിശുദ്ധരാക്കാൻ നോക്കിയിട്ട് അങ്ങനെ യേശുവിന്റെ അടുത്തേക്ക് പോകാമെന്ന് കരുതുന്നു. That is wrong. അത് തെറ്റാണ്. Because the VVIP before Christ is a sinner. കർത്താവിന്റെ മുൻപിലുള്ള VVIP എന്നുള്ളത് ഒരു പാപിയാണ്. Because Jesus said, I have not come to this world in search of the righteous people. I have come all the way from heaven to this earth in search of seeking sinners. കർത്താവ് പറഞ്ഞത്, ഞാൻ നീതിമാന്മാരെ തേടിയല്ല ഈ ഭൂമിയിലേക്ക് വന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്നും ആ ഉയരം വിട്ട് താഴെ ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെ തിരഞ്ഞെടുത്ത് രക്ഷിക്കുവാനാണ്. Through your holiness you will never reach Christ, but through Christ you will reach holiness. നിങ്ങളുടെ വിശുദ്ധിയിലൂടെ ജീവിച്ച് നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ അടുത്ത് എത്തിച്ചേരാൻ പറ്റില്ല, പക്ഷേ ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് വിശുദ്ധിയിലേക്ക് എത്താൻ കഴിയും. In other words, any sinner in any shape, any time can approach Christ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഏതൊരു പാപിക്കും ഏതൊരു ഷേപ്പിൽ നിൽക്കുന്നവനും ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഓടി വരുവാൻ കഴിയും. 2 a.m. in the morning somebody is repenting, but Jesus is more than happy to receive that person at that time. രാത്രി 2 മണിക്ക് ഒരാൾ മാനസാന്തരപ്പെടുകയാണെങ്കിൽ അവൻ ആ സമയത്ത് കർത്താവിന്റെ അടുക്കലേക്ക് ഓടി വരാം. There is no shift system in heaven. സ്വർഗ്ഗത്തിൽ ഷിഫ്റ്റ് സമ്പ്രദായമില്ല. The heavens door are always open for a repenting sinner. ഒരു മാനസാന്തരപ്പെടുന്ന പാപിക്ക് വേണ്ടി സ്വർഗ്ഗരാജ്യത്തിന്റെ കവാടങ്ങൾ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. Hallelujah. Hallelujah. So without Christ no one can reach holiness. ഈ ക്രിസ്തുവിനെ കൂടാതെ ആർക്കും വിശുദ്ധിയിലെത്താൻ കഴിയില്ല. The second one is progressive holiness. രണ്ടാമത്തെ ഘട്ടം എന്നുള്ളത് പുരോഗമിക്കുന്ന വിശുദ്ധി. പറഞ്ഞേ, പുരോഗമിക്കുന്ന വിശുദ്ധി. ബോലിയേ ബോലിയേ, പുരോഗമിക്കുന്ന വിശുദ്ധി. ഉറക്കെ, പുരോഗമിക്കുന്ന വിശുദ്ധി. ഒന്നുകൂടെ. Hallelujah. Hallelujah. So never be contented with the first phase of holiness, the positional holiness. നിങ്ങൾ ഒരിക്കലും ആദ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ആ സ്ഥാനത്തിലൂടെ ലഭിച്ച ആ വിശുദ്ധിയിൽ തൃപ്തരാകരുത്. Now you have to grow. നിങ്ങൾ ഇപ്പോൾ വളരണം. Hello. Hello. You have to grow in holiness. നിങ്ങൾ വിശുദ്ധിയിൽ വളരേണ്ടതാണ്. So when you got saved, the holiness walk started. നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ വിശുദ്ധിയിലുള്ള നിങ്ങളുടെ നടത്തം ആരംഭിച്ചു. Hallelujah. Now 2 Corinthians chapter 3 verse number 18. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 18-ാമത്തെ വചനം. But we all with unveiled face beholding as in a mirror the glory of the Lord are being transformed into the same image from glory to glory, just as by the Spirit of the Lord. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ പ്രതിഫലിപ്പിക്കുന്നവരായ നാം ആത്മാവായ കർത്താവിൽ നിന്നുള്ള തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവിടുത്തെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. Hallelujah. Hallelujah. So day by day this ex-sinner has to grow in holiness. ദിനംതോറും മുൻപ് പാപിയായിരുന്ന ഒരു വ്യക്തി വിശുദ്ധിയിൽ വളരേണ്ടതാണ്. Hallelujah. Hallelujah. So our job is not finished. നമ്മുടെ ജോലി തീർന്നിട്ടില്ല. Every day we have to grow in holiness. എല്ലാ ദിവസവും നമ്മൾ വിശുദ്ധിയിൽ വളരണം. This progressive holiness is a JV. ഈ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഈ വിശുദ്ധി എന്നുള്ളത് JV എന്ന ലെറ്റർ ആണ്. That is somebody's initial.
അത് ഒരാളുടെ ഇനീഷ്യലാണ്. What is a JV? എന്താണ് ഒരു JV? A JV is a joint venture. ഇത് ഒരു ജോയിന്റ് വെഞ്ചർ, കൂട്ടായ പ്രവർത്തനം. ഹലോ. In the beginning, the positional holiness you got free from God, you had no role in it. ആദ്യത്തെ ഘട്ടത്തിൽ നിങ്ങൾക്ക് ആ ക്രിസ്തുള്ള സ്ഥാനത്തിൽ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കിട്ടിയതാണ്. നിങ്ങൾക്ക് അതിൽ ഒരു പങ്കുമില്ല. But in the progressive holiness, it is a joint venture. You are doing it in partnership with God. എന്നാൽ വിശുദ്ധിയുടെ രണ്ടാം ഘട്ടത്തിൽ അത് ഒരു പങ്കാളിത്തത്തിലൂടെയുള്ള ഒരു ഘട്ടമാണ്. അത് നിങ്ങൾ ക്രിസ്തുവുമായിട്ടുള്ള പങ്കാളിത്തത്തിൽ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ചെയ്യുന്ന കാര്യമാണ്. ഈ അമ്മച്ചി കാക്കനാട് നിന്നാണ് വരുന്നത്. ഈ അമ്മച്ചിയുടെ 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ അമ്മച്ചിയുടെ കാല് ഒരു ഭിത്തിയിൽ തട്ടിയിട്ട്, ഒരു പില്ലർ പോലെയുള്ള തട്ടിയിട്ട് അതിൻ്റെ ചിരട്ട അവിടുന്ന് തെന്നിപ്പോയിരുന്നു. അങ്ങനെ അവിടുന്ന് അന്ന് സർജറി ചെയ്തതാണ്. അന്ന് മുതൽ 20 വർഷമായിട്ട് ആ കാലുകൊണ്ട് ഒരു ഭാരപ്പെട്ട പണിയും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാല് മടക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, ഒരു ബസ്സിലോ വണ്ടി ഒന്നിലും യാത്ര ചെയ്യാൻ പറ്റില്ല, കാരണം കാല് മടങ്ങില്ലായിരുന്നു. കഴിഞ്ഞതിന് മുമ്പത്തെ ഞായറാഴ്ച ഇവിടെ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ഇവിടെ വരുന്നതൊക്കെയും ഓട്ടോറിക്ഷയിലാണ്. വീട്ടിൽ നിന്ന് ഓട്ടോയിൽ നിന്നാണ് ഇവിടേക്ക് വരാറ്. ഇവിടുന്ന് ഇറങ്ങും, തിരിച്ച് ഓട്ടോയിൽ തിരിച്ചു പോകും. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച ഇവിടെ വന്നു, ആരാധനയിൽ പങ്കെടുത്തു. ആരാധന കഴിയുമ്പോൾ ദൈവദാസൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു പ്രാർത്ഥിക്കുന്നു: കാലിൻ്റെ മുട്ടിന് രോഗമുള്ളവരെ യേശു കർത്താവ് തൊടുന്നു, സൗഖ്യമാക്കുന്നു. സൗഖ്യം റിസീവ് ചെയ്യാനായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞു, കർത്താവേ എൻ്റെ കാലുകൾക്കും ആ സൗഖ്യം വരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഉടനെ ഈ അമ്മച്ചി പറഞ്ഞത്, ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാത്തത് പോലത്തെ ഒരു ഫീലിംഗ് എൻ്റെ കാലിനുണ്ടായി. അമ്മച്ചി പറഞ്ഞു, എനിക്കത് പറയാൻ അറിയില്ല. ഒരു തരിപ്പാണോ തണുപ്പാണോ എന്ന് എനിക്ക് തിരിച്ചു പറയാനായിട്ട് അറിഞ്ഞുകൂടാ. എന്തൊക്കെയോ എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ കാലുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പോലെ ഞാൻ ഫീൽ ചെയ്തു. അപ്പോൾ അമ്മച്ചി ഈ ചെരുപ്പ് ഊരിയിട്ടിട്ടായിരുന്നു ആരാധിച്ചത്. അപ്പോൾ കാല് തറയിൽ ചവിട്ടിയത് കൊണ്ടാണോ ഈ ഇതെന്നറിയാൻ ചെരുപ്പിട്ടതിന് ശേഷവും അമ്മച്ചിക്ക് ആ കാലുമേത്ത് ആ ഭാരം ഇറങ്ങിപ്പോയതുപോലെ ഫീൽ ചെയ്തു. അമ്മച്ചി ഇപ്പോൾ അതൊക്കെ കാല് മടക്കാൻ നോക്കി, കാല് ഭംഗിയെ മടങ്ങുന്നു. അമ്മച്ചി അവിടെ നിന്നില്ല. ആരാധന കഴിഞ്ഞ് സാധനം കഞ്ഞി കുടിച്ചിട്ടാണ് വീട്ടിൽ പോകാറ്. അന്ന് കഞ്ഞി കുടിച്ചില്ല, മകളുടെ കുട്ടിയാണ് കൂടെ ഇരിക്കുന്നത്. ഈ കുട്ടീനെ വിളിച്ചുകൊണ്ട് അമ്മച്ചി നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് ഉടനെ അവിടെയുള്ള പരിസരത്തുള്ള സകല മനുഷ്യരെയും വിളിച്ചു കൂട്ടി എന്ന് പറയുന്നത്. വിളിച്ചു കൂട്ടിയിട്ട് അമ്മച്ചിയെ കട്ടലിൽ ഇരുന്നുകൊണ്ട് കാല് മടക്കി കാണിച്ചു കൊടുത്തു, തറയിൽ ഇരുന്ന് കാണിച്ചു കൊടുത്തു. ഇതുവരെ എൻ്റെ കാല് മടക്കാൻ പറ്റാത്ത കാല് ഇപ്പോൾ മടങ്ങുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും വിളിച്ച് കാണിച്ചു. മകള് വാവിട്ട് കരയാൻ തുടങ്ങി. അമ്മച്ചി ഇപ്പോഴും പറഞ്ഞ്, ഇതുപോലെയുള്ള സ്റ്റെപ്പ് ഞാൻ കയറിയിട്ട് 20 വർഷത്തിലധികമായി. ഇപ്പോൾ എൻ്റെ കാല് വളരെയധികം സൗഖ്യമായി. അമ്മച്ചി ഇവിടെ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ പോലും ഇരുന്ന് കാണിച്ച എന്നെ സാക്ഷ്യം പറഞ്ഞത്. കർത്താവ് ചെയ്ത് എത്ര വലിയ അത്ഭുതമാണ്. ഇതുപോലെ സ്റ്റെപ്പുകൾ അമ്മച്ചിക്ക് ഒത്തിരി വർഷം പൊന്തൂല, ഇങ്ങനെ പൊങ്ങൂല. ഓട്ടോറിക്ഷയിൽ എന്നെ കൊണ്ടുതന്നെ ഇവിടെ. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇരുന്ന് ആരാധിക്കണ സമയത്ത് എൻ്റെ കാല് എന്തോ, അപ്പം ഞാൻ ചെരുപ്പ് ഊരിയിട്ടിട്ടാണെന്ന് ഇത് പൊക്കി നോക്കി. കാലിന് ഭാരമാണ്, എനിക്ക് ഇരിക്കാൻ പറ്റൂല, കാല് കോയൂല. പിന്നെ ബസ്സിലേക്ക് കാല് വെക്കാൻ പറ്റൂല, പൊന്തൂല, ബലം കിട്ടൂല. പക്ഷെ ഞാനിവിടെ ഇരുന്ന സമയത്ത് എന്തോ എനിക്കറിയില്ല, ഞാൻ ഇത്ര ഇങ്ങനെ കാലിന് ഇതുള്ളവർക്ക് സൗഖ്യപ്പെടുത്തുന്നു പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കാല് ഓർത്ത് അത് കഴിഞ്ഞ് ഇവിടുന്ന് എണീറ്റപ്പോൾ എന്തോ എനിക്കൊരു വ്യത്യാസം പോലെ തോന്നി. അപ്പോൾ ഞാൻ മകളോട് പറഞ്ഞു, കഞ്ഞി കുടിക്കണ്ട, നമ്മൾക്ക് ഓട്ടോറിക്ഷയൊക്കെ തന്നെ അപ്പം തന്നെ വീട്ടിൽ ചെന്ന് അകത്ത് കയറിയിട്ട് ഞാൻ കട്ടിലെ കാല് ചവിട്ടി. ഇതിനെ ആദ്യം വെച്ചിട്ട് കാണിച്ച് എൻ്റെ പേരക്കിടാങ്ങളെല്ലാവരും വിളിച്ച്, മകളെ വിളിച്ച്. അപ്പം എല്ലാവരും കൂടെ ഞാൻ പറയാം, എൻ്റെ കാലും മടങ്ങണം മോനെ, ഇതേ ഇത്രയും കാല് നല്ലോണം പൊങ്ങണം, അമ്മക്ക് ഇരിക്കാം എന്ന് പറയും. ഇത്രയും വർഷമായി ഞാൻ കാല് ബില്ല് പോലെയാണ് കാല് നിൽക്കണത്. ഒരു നിമിഷം കൈകൾ ഉയർത്തിക്കൊണ്ട് കർത്താവിന് നന്ദി പറയും. കർത്താവ്, ഇത്രയും രോഗസൗഖ്യങ്ങൾക്കായി നന്ദി. മാതാവിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. ഇതുപോലെ അനേക രോഗസൗഖ്യങ്ങൾ അടുത്ത ആഴ്ചകൾക്കുള്ളിൽ ഞങ്ങൾക്കിടയിലേക്ക് വരട്ടെ. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നന്മകൾ കാണാനിടയാക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ പ്രാർത്ഥനാ സമയത്ത് യേശുവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. സിവിയറായിട്ടുള്ള ഷോൾഡർ പെയിൻ, കൈകൊണ്ട് ജോലി ഒന്നും ചെയ്യാൻ കഴിയാൻ പറ്റാത്തതുപോലെ ഷോൾഡറിനുള്ള പെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്രസ്റ്റ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ.
താഴേക്ക് പോകുന്ന ഫുഡ് പൈപ്പിനുള്ള ആ അന്നനാളത്തിനുള്ള തകരാറുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാട്ടെ. അതുപോലെ കൊളസ്ട്രോൾ ഹൈ ആയത് നിമിത്തം വളരെ പ്രയാസം അനുഭവിക്കുന്ന ചില വ്യക്തികൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. മറ്റൊന്ന് പൈൽസ് രോഗം കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അലർജികൾ, വിവിധ രീതിയിലുള്ള അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. അതുപോലെ നട്ടലിൻ്റെ തകരാറ് നിമിത്തം കിടക്കയിൽ കിടന്ന് വെയിറ്റ് കെട്ടിത്തൂക്കി അങ്ങനെ ട്രാക്ഷനൊക്കെ ഇട്ടിരിക്കുന്ന വ്യക്തികൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നടക്കുവാൻ ബുദ്ധിമുട്ട്, വീൽ ചെയറിലും ക്രച്ചസ് ഉപയോഗിച്ചൊക്കെ നടക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഒരു വലിയ സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം ഉണ്ടാകട്ടെ. കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്ന. ഡയബറ്റീസ് മൂർച്ഛിച്ചിട്ടുള്ള ചില വ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവരുടെ മേൽ ആ സൗഖ്യം പകരുന്നതിനാൽ നന്ദി പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. മാരകമായ ചില രോഗങ്ങൾ, കണ്ടുപിടിക്കുവാൻ കഴിയാത്ത ചില രോഗങ്ങൾ, അതെല്ലാം സൗഖ്യമാകട്ടെ. ഈ സമയത്ത് നിങ്ങൾ എവിടെയാണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ച് ഉള്ളിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണെങ്കിലും ഇപ്പോൾ തന്നെ വിശ്വസിക്കുക. കർത്താവെ, നീ കൈനീട്ടി ഓരോരുത്തരെയും തൊടുന്നതിനാൽ നന്ദി. ആരുടെ കൈമുട്ടിലുള്ള പെയിൻ ഇപ്പോൾ മാറിപ്പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. എത്ര മെഡിസിൻ കഴിച്ചിട്ടും സൗഖ്യമാകാത്ത ചിലത് ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശരീരത്തിൽ എന്തോന്ന് ഷിവർ ചെയ്യുന്നത് പോലെ, വിറയ്ക്കുന്നത് പോലെ തോന്നി. എന്തൊക്കെയോ ശരീരത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗബാധകൾ ഒഴിഞ്ഞ് ഇപ്പോൾ അവർ സ്വസ്ഥമാകട്ടെ. ഇൻ ജീസസ് നെയിം ബ്ലീഡിങ് നിൽക്കട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കട്ടെ. കർത്താവെ, നീ എങ്ങനെ അത്ഭുതം ചെയ്തതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിൽ മുഴുവൻ ശനിയാഴ്ച വരെ ഞായറാഴ്ച വരെ കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുകയാണ്. തീർച്ചയായിട്ടും വരണം. വിവിധ സെഷനിൽ രാവിലെ മുതൽ രാത്രി വരെ മീറ്റിങ്ങുകളുണ്ട്. തീർച്ചയായും വന്ന് വലിയ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുക. മാത്രമല്ല, ഈ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക. എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ ഈ സമയത്ത് ഇതേ ചാനലിൽ വാച്ച് ചെയ്യാൻ പറയുക. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.